ഹലോ സ്റ്റുഡൻസ്, എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കണോ? എന്തിൻ്റെ വിശേഷങ്ങൾ? 2 ആഴ്ച ആയില്ലേ നമ്മളിപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതെ കോണ്ടാക്ട് ചെയ്യുന്നത് അല്ലേ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ? എനിവേയ്സ്, എല്ലാവരും തന്നെ സബ്ജക്ട്സൊക്കെ നന്നായിട്ട് മനസ്സിലാക്കണമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാനിപ്പം ഇന്നും ക്ലാസ് ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ച് വന്നിരിക്കുന്നത്. നമ്മുടെ എമേർജിങ് ട്രെൻഡ്സ് ഇൻ മാനേജ്മെൻറ്റ് അല്ലേ, നേരത്തെ പറഞ്ഞ പോലെ 3 മോഡ്യൂൾസുള്ള മാനേജ്മെൻറ്റാണ്. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്സാണ്. ശരിക്കും റെസ്പോൺസിബിളായിട്ട് നല്ല രീതിയിൽ നിങ്ങൾ അത് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്ന സബ്ജക്റ്റാണ്. അതുകൊണ്ട് എല്ലാ മക്കളും ശ്രദ്ധിച്ച് മനസ്സിലാക്കി, ഒറ്റ പ്രാവശ്യം ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി ഈ ഒരു സബ്ജക്റ്റ് സ്വായത്തമാക്കുക. ഓക്കെ, സോ ഫൈനൽ ഇയർ ആണ്, നമ്മളുടെ ഭാവി നമ്മുടെ കയ്യിലാണ്. നിങ്ങൾക്കുള്ള ഉത്തരവാദിത്വം പഠിക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സമയം, ഈ ക്ലാസ് എടുക്കുന്ന സമയം ഇതിലേക്ക് മാത്രമായിട്ട് ശ്രദ്ധിച്ച് റെസ്പോൺസിബിളായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇപ്പോഴത്തെ പുതുതലമുറയ്ക്ക് ഒരു ചലഞ്ചായിട്ട് മാറിയിരിക്കുകയാണ് ഏകാഗ്രത എന്ന് പറയുന്നത്. പല കാരണങ്ങൾ കൊണ്ടും പല രീതിയിലുള്ള സാഹചര്യങ്ങൾ കൊണ്ടും ഒരു കാര്യത്തിൽ ഏകാഗ്രതമായിട്ട് നിൽക്കാനുള്ള ഒരു ത്രെറ്റാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നെഗറ്റീവ്. എക്കാലത്തെയും പോലെ എല്ലാ തലമുറകളിലും പാലിച്ചു വരുന്നത് പോലെ ആ ഏകാഗ്രത വളരെ ശ്രദ്ധയോടുകൂടി ആത്മാർത്ഥതയോടു കൂടിയിട്ട് നിങ്ങൾ ഇപ്പോഴും ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം കൈവരിക്കാം. അത് പഠിത്തത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യത്തിലും അങ്ങനെയാണ്. ഇൻവോൾവ് ആവണം, ഫുള്ളി ഇൻവോൾവ് ആവണം. ഓക്കെ, സോ യു വിൽ ഗെറ്റ് 100% റിസൾട്ട്സ്. അത് ഇവിടെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഓൾറെഡി നമ്മൾ 5 സെഷൻസ് കഴിഞ്ഞു. ഇന്ന് നമ്മൾ 6ാമത്തെ സെഷനിലേക്കാണ് നീങ്ങുന്നത്. നമ്മൾ ആദ്യത്തെ മോഡ്യൂളായിട്ടുള്ള സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്നുള്ള ടോപ്പിക്കിൽ ആ ഒരു മോഡ്യൂളിൽ എന്താണ് സപ്ലൈ ചെയിൻ, മാർക്കറ്റിങ്ങിൽ നിന്നും എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്, അതിൻ്റെ ഫീച്ചേഴ്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്താണ്, അതിൽ 4 മാനേജ്മെൻറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സപ്ലൈ മാനേജ്മെൻറ്റ്, മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ്, മാനുഫാക്ചറിങ് മാനേജ്മെൻറ്റ്, ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്, അതൊക്കെ എന്താണെന്നും നമ്മുടെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു ഡെഫിനിഷൻ, കൗൺസിൽ ഓഫ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ നമ്മൾ കണ്ടിരുന്നു. പിന്നെ സപ്ലൈ ചെയിനിൽ നമുക്ക് 3 തരത്തിലുള്ള ഫ്ലോ, ഫിസിക്കൽ ഫ്ലോ, ഇൻഫർമേഷൻ ഫ്ലോ, ഫിനാൻഷ്യൽ ഫ്ലോ എന്നുള്ള 3 ഫ്ലോ എന്താണെന്ന് കണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു എസ്സേ ടൈപ്പ് ഒരു കണ്ടൻറ് ഒരു ഇതിലേക്ക് നമ്മൾ പോയിരുന്നു. ദാറ്റ് ഈസ് കമ്പണൻസ് ഓർ പാർട്ടിസിപ്പൻസ് ഓഫ് സപ്ലൈ ചെയിൻ. അതിൽ ഏകദേശം 9 കമ്പണൻസ് അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. സപ്ലയേഴ്സ്, മാനുഫാക്ചറേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ്, വെയർ ഹൗസേഴ്സ്, ട്രാൻസ്പോർട്ട് കമ്പനീസ്, ഫൈനാൻഷ്യേഴ്സ്, പിന്നെ കസ്റ്റമേഴ്സ് അല്ലേ. അങ്ങനെ 9 കമ്പണൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ഒരു എസ്സേ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് സപ്ലൈ ചെയിൻ കൺസെപ്റ്റ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ്. നമുക്ക് 4 കൺസെപ്റ്റ്സാണ് ഉള്ളത്. ഈ കൺസെപ്റ്റ്സ് വഴിയാണ് ഓരോ ഓർഗനൈസേഷനും സപ്ലൈ ചെയിൻ എന്നുള്ള ഒരു ബിസിനസ് റൺ ചെയ്യുന്നത്. ഓക്കെ, സോ കൺസെപ്റ്റ്സ് നമുക്ക് സിസ്റ്റംസ് കൺസെപ്റ്റ്, ടോട്ടൽ കോസ്റ്റ് കൺസെപ്റ്റ്, ട്രേഡ് ഓഫ് കൺസെപ്റ്റ്, സർപ്ലസ് അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി കൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ 4 കൺസെപ്റ്റ്സിനെ കുറിച്ച് കണ്ടിരുന്നു. പിന്നെ നമ്മുടെ സപ്ലൈ ചെയിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, പിന്നെ അതുപോലെ എന്താണ് റിഡക്ഷൻ ഓഫ് വേസ്റ്റ്, പിന്നെ റിഡക്ഷൻ ഓഫ് ടൈം, റിഡക്ഷൻ ഓഫ് കോസ്റ്റ്, പിന്നെ നമ്മുടെ ഓപ്പറേഷൻസിലുള്ള ഫ്ലെക്സിബിലിറ്റി,
പിന്നെ നമ്മുടെ ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് കസ്റ്റമർ സർവീസ്, പിന്നെ ബിൽഡിംഗ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്, ഇതൊക്കെ നമ്മൾ ഒബ്ജക്റ്റീവ്സിൽ കണ്ടിരുന്നു. പിന്നെ നമ്മുടെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ബെനഫിറ്റ്സ്, അതിൽ ഇൻവോൾവ് ആവുന്ന എല്ലാ പാർട്ടിസിപ്പൻസിനും എങ്ങനെയാണ് ബെനഫിറ്റ്സ് ഉണ്ടാവുന്നത്, കോർഡിനേഷൻ, നല്ല ക്വാളിറ്റി സർവീസ്, കോസ്റ്റ് റിഡക്ഷൻ, അതുപോലെ പ്രോഫിറ്റബിലിറ്റി മാക്സിമൈസേഷൻ, അൺസർട്ടനിറ്റി മിനിമൈസേഷൻ, പിന്നെ നമ്മുടെ സ്റ്റേജസിൻ്റെ റിഡക്ഷൻ, ഓർഡർ ടു ഡെലിവറി ടൈം റിഡക്ഷൻ, പിന്നെ ഡിമാൻഡ് ഫോർകാസ്റ്റിങ്, പിന്നെ ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, പിന്നെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഇമ്പ്രൂവ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ബെനഫിറ്റ്സിൻ്റെ ഇതിൽ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ നമ്മളുടെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു മാർക്കറ്റിംഗ് കൺസെപ്റ്റ് എങ്ങനെ ഡിറൈവ് ചെയ്ത് വന്നു, അതിന് ഏതൊക്കെ ഫാക്ടേഴ്സാണ് അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നത്, ആ ഒരു ഇവോൾവ് ചെയ്ത് വരാനുള്ള ഫാക്ടേഴ്സ്, ഡ്രൈവിംഗ് ഫാക്ടേഴ്സ് ഏതൊക്കെയായിരുന്നത് നമ്മൾ കണ്ടിരുന്നു. അതിൽ നമ്മൾ ഏകദേശം ഒരു 5 ഫാക്ടറാണ് കണ്ടിരുന്നത്. കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡിലുണ്ടായ മാറ്റങ്ങൾ, നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജിയിലുണ്ടായിരുന്ന ഡെവലപ്മെൻറ്റ്, പിന്നെ നമ്മുടെ ബിസിനസ് റെസ്പോൺസീവ് ടൈപ്പായിട്ട് മാറിയതിൻ്റെ ഗ്ലോബലൈസേഷൻ്റെ ഒരു ഇഫക്റ്റ്, പിന്നെ നമ്മുടെ ഇൻറ്റഗ്രേറ്റീവ് മാനേജ്മെൻറ്റ്, എല്ലാ ബിസിനസ് കൺസേണും തമ്മിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഇപ്പോഴത്തെ ഡെവലപ്മെൻറ്റ്, ഇതൊക്കെയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഇവോൾവ് ചെയ്ത് വരാനായിട്ട് സപ്പോർട്ട് ചെയ്ത ഡ്രൈവിംഗ് ഫാക്ടേഴ്സ്. ഇനി നമ്മളുടെ സപ്ലൈ ചെയിനിൻ്റെ പെർഫോമൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് വേറെയുണ്ട്. അത് സപ്ലൈ ചെയിൻ പെർഫോമൻസിൻ്റെ ഡ്രൈവേഴ്സാണ് അതിന് പറയുക. അപ്പം അതിൽ എന്ത് പെർഫോമൻസ് ആണെങ്കിലും 2 ആസ്പെക്റ്റിലാണ് പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഒന്ന് റെസ്പോൺസീവ്നെസ്സും പിന്നെ കോസ്റ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഐഡിയൽ കണ്ടീഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ റെസ്പോൺസ് അറ്റ് ലോ കോസ്റ്റ്. അപ്പോൾ ആ ഒരു രീതിയിൽ ലൊക്കേഷനിൽ നമ്മൾ എങ്ങനെയാണ് ആ ഒരു ഐഡിയൽ സിറ്റുവേഷൻ ഫോം ചെയ്യുന്നത്, ട്രാൻസ്പോർട്ടേഷനിൽ, ഇൻവെൻട്രി ലെവലിൽ, പിന്നെ സോഴ്സിങ് ഓഫ് ആക്ടിവിറ്റീസിൽ, ഇൻഫർമേഷൻ അവൈലബിലിറ്റിയിൽ, പ്രൈസിങ് ഓഫ് ദ പ്രോഡക്റ്റിലൊക്കെ ഈ ഒരു ഐഡിയൽ സിറ്റുവേഷൻ ഹൈ റെസ്പോൺസ് ലോ കോസ്റ്റ് എന്നുള്ള ഒരു സിറ്റുവേഷൻ എങ്ങനെ നമ്മൾ ഫോം ചെയ്യുന്നു, അതാണ് നമ്മളുടെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് പെർഫോമൻസ്. ഓക്കെ, പിന്നെ നമ്മൾ സപ്ലൈ ചെയിൻ്റെ എലമെൻറ്റ്സ് കണ്ടിരുന്നു. സപ്ലൈ ഒരു എലമെൻറ്റ്, പ്രൊഡക്ഷൻ, ഇൻവെൻട്രി, വെയർഹൗസിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, ലൊക്കേഷൻ, ഇൻഫർമേഷൻ, കസ്റ്റമർ സർവീസ്, ഇതാണ് നമ്മൾ സപ്ലൈ ചെയിൻ്റെ എലമെൻറ്റ്സ് ആയിട്ട് കണ്ടത്. പിന്നെ നമ്മുടെ സപ്ലൈ ചെയിൻ്റെ പ്രോസസ്സ്, പുഷ് പ്രോസസ്സ് ആൻഡ് പുൾ പ്രോസസ്സ്, അതെന്താണെന്ന് കണ്ടു. ആൻഡ് ഫൈനലി നമ്മൾ കഴിഞ്ഞ സെഷനിൽ സ്റ്റാർട്ട് ചെയ്തത് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ 8 കീ പ്രോസസ്സ്. അതിൽ നമ്മൾ ആദ്യത്തെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്താണ്, ആ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിൽ എന്തൊക്കെ സ്റ്റെപ്സാണുള്ളത്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് കഴിഞ്ഞ സെഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ അതേ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിലെ ആ 8 കീ പ്രോസസ്സിലെ 2ാമത്തെ പ്രോസസ്സ്, അതായത് നമ്മളുടെ കസ്റ്റമർ സർവീസ് മാനേജ്മെൻറ്റ്. അപ്പോൾ ആദ്യം കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് CRM കണ്ടു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8 കീ പ്രോസസ്സിലെ 2ാമത്തെയും 3ാമത്തെയും കീ പ്രോസസ്സാണ്. അതായത് 2ാമത്തെ കസ്റ്റമർ സർവീസ് മാനേജ്മെൻറ്റും 3ാമത്തേത് ഡിമാൻഡ് മാനേജ്മെൻറ്റും. ഇത് രണ്ടുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലോ അല്ലേ? ഓക്കെ, സോ അതിൽ കസ്റ്റമർ സർവീസ് മാനേജ്മെൻറ്റ് അല്ലേ, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിൽ നമ്മൾ എങ്ങനെയാണ് കസ്റ്റമറായിട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ആ റിലേഷൻഷിപ്പിലൂടെ നമ്മൾ എങ്ങനെ കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യുന്നു, അതൊക്കെയാണ് നമ്മൾ കണ്ടിരുന്നത്. ഇനി കസ്റ്റമർ സർവീസ് മാനേജ്മെൻറ്റിൽ നമ്മൾ എന്താണ് ചെയ്യണമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ നമ്മൾ ഒബ്ജക്റ്റീവ്സൊക്കെ നേരത്തെ പറഞ്ഞിരുന്നുള്ളൂ. അതിൽ ഏറ്റവും പ്രൈമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് തന്നെയാണ് ഈ കസ്റ്റമർ സർവീസ്, നല്ല ക്വാളിറ്റി കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അത് ഏറ്റവും ലോവസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള കോസ്റ്റിൽ നമുക്ക് കസ്റ്റമറിനെ സർവീസ് ചെയ്യുന്നതുകൊണ്ട് കോസ്റ്റ് ഒരിക്കലും കൂടാൻ പാടില്ല. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള കോസ്റ്റിൽ നമുക്ക് എത്ര നല്ല രീതിയിൽ എത്ര നല്ല ക്വാളിറ്റി സർവീസ് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മുടെ കസ്റ്റമർ സർവീസ് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ്. ആ ഒബ്ജക്റ്റീവ് തന്നെയാണ് നമ്മൾ ഈ ഒരു കീ പ്രോസസ്സിൽ പ്രോപ്പറായിട്ട്
നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ എല്ലാ നമ്മുടെ എൻറ്റയർ സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസും ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ കസ്റ്റമർ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന വാല്യൂസ് ഡെലിവറി ചെയ്യുന്നതിലാണ് നിലകൊള്ളുന്നത്. ഓക്കെ, നമ്മുടെ എല്ലാ കസ്റ്റമർ ചെയിൻ ആക്ടിവിറ്റീസ്, നമ്മൾ കസ്റ്റമർ ചെയിൻ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടിരുന്നു അല്ലേ, ആ കമ്പണൻസ് പറയുമ്പോൾ അല്ലേ. അപ്പം ഇങ്ങനെ നമ്മൾ ആ കസ്റ്റമറിനെ നമ്മൾ പ്രോപ്പറായിട്ട് സർവ് ചെയ്യുമ്പോൾ ആ കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ നമ്മളുടെ ആ സർവീസിൽ നമ്മൾ ആ കസ്റ്റമറിനെ പ്രോപ്പറായിട്ട് സെർവ് ചെയ്യുക. അതെങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് സെർവ് ചെയ്യുന്നത്? നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അല്ലേ. അപ്പോൾ ആ പ്രോഡക്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? കസ്റ്റമർ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ആ എക്സ്പെക്റ്റേഷനെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന എബിലിറ്റി ഉള്ള പ്രോഡക്റ്റാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് കസ്റ്റമറിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക. അപ്പോൾ നമ്മളുടെ ഏതൊരു സപ്ലൈ ചെയിൻ ബിസിനസ്സിൻ്റെയും സക്സസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ആ സപ്ലൈ ചെയിൻ ബിസിനസ് എത്ര കണ്ട് കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും മെച്ചമായിട്ടുള്ള ഒരു ലെവലിൽ കസ്റ്റമറിനെ സർവീസ് ചെയ്യുന്നുവോ അതിലാണ് അവരുടെ സക്സസ് ഉള്ളത്. ഓക്കെ, സോ നല്ല ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുക. അത് എത്ര ഹയസ്റ്റ് ലെവലിൽ നമുക്ക് ആ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മളുടെ കസ്റ്റമർ സർവീസ് മാനേജ്മെൻറ്റിൽ നമ്മൾ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കസ്റ്റമർ സർവീസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ സപ്ലൈ ചെയിൻ ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രൈം ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ആ ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു കീ പ്രോസസ്സ് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആ കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ ഐഡിയലായിട്ടുള്ള ഒരു കസ്റ്റമർ സർവീസിൻ്റെ എന്തൊക്കെ ക്വാളിറ്റി ആസ്പെക്ട്സ് ആണ് വരിക എന്നുള്ളത് അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ സർവീസ് പ്രോപ്പറാക്കുക. ഓക്കെ, നമ്മളിപ്പോൾ പ്രോഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രമല്ല, അതിനോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൻ്റെ കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് അവൈലബിലിറ്റിയാണ്. കസ്റ്റമറിന് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് അവൈലബിലിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ഇൻ ദ മാർക്കറ്റ് വെൻ ദ കസ്റ്റമർ ഡിമാൻഡ്സ് ഇറ്റ്. അപ്പോൾ കസ്റ്റമർ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് കൃത്യമായി ഡെലിവറി ചെയ്യാൻ പറ്റുന്ന നമ്മുടെ എബിലിറ്റി, അതാണ് നമ്മുടെ അവൈലബിലിറ്റിയിലുള്ളത്. നമ്മളത് അവൈലബിൾ ആക്കി കഴിഞ്ഞാൽ വി ഹാവ് ദറ്റ് എബിലിറ്റി ടു deliver the products according to the demand of the customers. അപ്പോൾ ഇങ്ങനെ ആ ഡിമാൻഡ് അനുസരിച്ച് ആ ഡിമാൻഡിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കപ്പാസിറ്റി നമ്മുടെ പ്രോഡക്റ്റിൻ്റെ അവൈലബിലിറ്റിയിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് അധികം ഡിലേ ഇല്ലാതെ. ഡിലേ വരുത്തി കഴിഞ്ഞാൽ നമ്മളോട് അവർക്കൊരു അൺഅട്രാക്റ്റീവ്നെസ് ആണ് തോന്നുക. അപ്പോൾ പ്രോഡക്റ്റ് എപ്പോഴും ഡിമാൻഡ് അനുസരിച്ച് അതാത് മാർക്കറ്റിൽ അവൈലബിൾ ആക്കി കൊടുത്ത് നമ്മളുടെ ആ മാർക്കറ്റിൽ ആ കസ്റ്റമറിന് എത്ര ഡിമാൻഡ് ഉണ്ടോ അത് കൃത്യമായി അധികം ഡിലേ ഇല്ലാതെ നമുക്ക് അത് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് അവൈലബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മളുടെ കസ്റ്റമർ സർവീസിൻ്റെ ക്വാളിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ആസ്പെക്റ്റാണ്. ഇനി രണ്ടാമതൊരു ആസ്പെക്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് ഡെലിവറി. നമ്മൾ കസ്റ്റമർ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം അത് ഡെലിവറി ചെയ്യാൻ എടുക്കുന്നു, ഏറ്റവും കുറവ് സമയം നമ്മൾ എടുക്കുന്നത് ആണ് ഉചിതം. കസ്റ്റമർ സർവീസ് ചെയ്യുന്നതിൽ ക്വാളിറ്റി കാണിക്കുന്നത് ഓർഡർ പ്ലേസ് ചെയ്ത് പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യാനുള്ള ആ ഒരു ടൈം ഗ്യാപ്പില്ല, അതിന് ഏറ്റവും കുറയ്ക്കുക. അതാണ് സ്പീഡ് ഓഫ് ഡെലിവറി കൊണ്ട് മെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ സ്പീഡ് ഓഫ് ഡെലിവറി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കസ്റ്റമർ സർവീസിൻ്റെ ക്വാളിറ്റിയിൽ ഒരു പൊൻതൂവലാണ്. നമ്മുടെ ക്വാളിറ്റി സർവീസിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മളുടെ സെല്ലറുടെ കയ്യിൽ ഇമീഡിയറ്റ് ആയിട്ട് ഡെലിവറി ചെയ്യാനുള്ള സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ,
കാരണം നമ്മൾ ഈ ഡെലിവറി ഓർഡർ കിട്ടി കസ്റ്റമറിന് പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ടാവും. നമുക്കത് പാക്ക് ചെയ്യാനും അത് ട്രാൻസ്പോർട്ട് ചെയ്യാനും അത് കറക്റ്റായിട്ട് കസ്റ്റമർ പറഞ്ഞ സ്ഥലത്ത് എത്തിക്കാനൊക്കെയുള്ള ഒരുപാട് ഫോർമാലിറ്റീസൊക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ കൃത്യമായി അധികം ഡിലേ ഇല്ലാതെ തന്നെ പ്ലാൻ ചെയ്ത് നമ്മൾ ഇമ്മീഡിയറ്റായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കണം. ഓക്കെ, സോ അങ്ങനെ ആ ഒരു സ്പീഡി ഡെലിവറി ആസ്പെക്റ്റ് കസ്റ്റമർ സർവീസിൻ്റെ നെക്സ്റ്റ് ഒരു ക്വാളിറ്റി കാര്യമാണ്, ക്വാളിറ്റി ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ദെൻ കംസ് ഫ്ലെക്സിബിലിറ്റി. നമുക്കറിയാം മാനുഫാക്ചറുടെ കയ്യിൽ നിന്നും ഹോൾസെയിലർ, പിന്നെ റീറ്റെയിലർ, അത് കഴിഞ്ഞിട്ടാണ് കസ്റ്റമറുടെ കയ്യിലേക്ക് പ്രോഡക്റ്റ് എത്തുക. അപ്പോൾ ഈ സെല്ലർ എന്ന് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ റീറ്റെയിലറാണ്. കാരണം റീറ്റെയിലറാണല്ലോ കസ്റ്റമറിന് പ്രോഡക്റ്റ്സ് കൊടുക്കുന്നത്. അപ്പോൾ ചില സമയത്ത് നമ്മളുടെ ചില കസ്റ്റമേഴ്സ് അൺയൂഷ്വൽ ആയിട്ടുള്ള ചില റിക്വസ്റ്റുകൾ കൊടുക്കുന്നുണ്ടാവും. യൂഷ്വലായിട്ടുള്ള രീതിയിലല്ലാതെ ചില കാര്യങ്ങൾ അവർ നമ്മളടുത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ പറയുന്നുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ അവർ പറയുന്ന കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനുള്ള പ്രൊവിഷൻസ് നമ്മളുടെ സെല്ലർക്ക് ഉണ്ടാവേണ്ടതാണ്. ആ ഒരു കഴിവിനെയാണ് നമ്മൾ ഫ്ലെക്സിബിലിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം കസ്റ്റമർ ഉദ്ദേശിക്കുന്ന പാക്കിങ് അത് സെല്ലർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. ട്രാൻസ്പോർട്ടേഷൻ, അതിൻ്റെ എക്സ്റ്റെൻഡഡ് വാറണ്ടി, ഇതെല്ലാം സെല്ലർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. എന്താണ് ഈ എക്സ്റ്റെൻഡഡ് വാറണ്ടി? സപ്പോസ് നമ്മളുടെ പ്രോഡക്റ്റിന് ഇപ്പോൾ 3 ഇയറിൻ്റെ വാറണ്ടിയാണെന്ന് വിചാരിക്കാം. നമ്മൾ ആ കസ്റ്റമറിന് ആ 3 ഇയർ വാറണ്ടി കഴിയാനായിട്ട് ഒരു 4 മാസമുള്ള സമയത്ത് ആ പ്രോഡക്റ്റിന് ഒരു സർവീസ് വേണ്ടി വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ റീറ്റെയിലറായിട്ടുള്ള സെല്ലറുടെ അവിടെ നിന്നുള്ള ഒരു റെപ്രസെൻറ്റേറ്റീവ്, മാനുഫാക്ചർ റെപ്രസെൻറ്റേറ്റീവ് ആണല്ലോ കസ്റ്റമറിനെ സർവീസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അങ്ങനെ സർവീസ് ചെയ്ത് കഴിയുമ്പോൾ ആ റെപ്രസെൻറ്റേറ്റീവ് പറയുകയാണ്, ഈ പറയുന്ന പ്രോഡക്റ്റിന് ഇനി 4 മാസത്തെ കൂടി വാറണ്ടി ഉണ്ട്, അത് കഴിഞ്ഞ് ഞങ്ങളുടെ വാറണ്ടി കഴിയുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു 6 മാസത്തെ വാറണ്ടി കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് തരാനുള്ള പ്രൊവിഷൻ, ഒരു ചെറിയ നോമിനൽ എമൗണ്ട് പേ ചെയ്താൽ അത് കിട്ടുമെന്ന് പറഞ്ഞു. അത് കേൾക്കുമ്പോൾ കസ്റ്റമറിന് അത് ഇമ്പ്രസീവ് ആവും. കാരണം 4 മാസം കഴിഞ്ഞാൽ വാറണ്ടി കഴിയുകയാണ്. അപ്പം ഇനിയൊരു 6 മാസത്തെ വാറണ്ടി കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുക, 1 ഇയറും കൂടി നമ്മുടെ വാറണ്ടി കിട്ടാൻ. അപ്പം അത് നല്ല കാര്യമല്ലേ? അപ്പോൾ അങ്ങനെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള വാറണ്ടി നമ്മുടെ മാനുഫാക്ചർ തന്നത് 3 മാസമേ ഉള്ളൂ, 3 വർഷമേ ഉള്ളൂ. പക്ഷേ അതിൽ 6 മാസത്തെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള പ്രൊവിഷൻ നമ്മുടെ റീറ്റെയിലർക്ക് മാനുഫാക്ചർ കൊടുത്തിട്ട് അത് ആ സെല്ലർ ആയിട്ടുള്ള റീറ്റെയിലർ കസ്റ്റമറിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചില എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മുടെ സെല്ലറായിട്ടുള്ള റീറ്റെയിലർക്ക് പറ്റണം. അപ്പോൾ എന്താണ് അത് നമ്മുടെ കസ്റ്റമർ സർവീസിൽ ഒന്നുകൂടി ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യിക്കുന്നതാണ്. ഓക്കെ, നോർമൽ വേയിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട്. അതാണ് ഫ്ലെക്സിബിലിറ്റി. പിന്നെ 4ാമത് വരുന്നതാണ് റിലയബിലിറ്റി. എങ്ങനെയാണ് നമുക്ക് നമ്മളിൽ ആ സെല്ലറിൽ കസ്റ്റമറുടെ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക? റിലയബിലിറ്റി വെച്ചാൽ നമ്മൾ ആശ്രയിക്കുകയാണ്, വിശ്വാസത്തോടു കൂടിയിട്ട് നമ്മൾ ആശ്രയിക്കുകയാണ്, വിശ്വസിച്ച് നമ്മളെ ആശ്രയിക്കുകയാണ്. ഓക്കെ, ഇന്ന സെല്ലറിനെ അപ്രോച്ച് ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആവും. ഓക്കെ, സോ ആ രീതിയിൽ എങ്ങനെയാണ് ഈ റിലയബിലിറ്റി നമ്മൾ ഫോം ചെയ്യേണ്ടത്? ഇപ്പോൾ കസ്റ്റമർ ആ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഇങ്ങനെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും. ആ സ്പെസിഫിക്കേഷൻസ് ഓരോന്നും നമ്മൾ പെർഫോം ചെയ്യേണ്ട ആക്ടിവിറ്റീസായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അല്ലേ? ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി, ആ പ്രോഡക്റ്റിൻ്റെ ഗ്രേഡ്, ആ പ്രോഡക്റ്റിൻ്റെ കളർ, ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ്, ആ പ്രോഡക്റ്റിൻ്റെ ഡെലിവറി ടൈം, ആ പ്രോഡക്റ്റ് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്, ഇതെല്ലാം കസ്റ്റമർ നമുക്ക് സ്പെസിഫിക്കേഷനായിട്ട് തരുമ്പോൾ അതെല്ലാം ഓരോ ആക്ടിവിറ്റി ആയിട്ട് മാറുകയാണ് അല്ലേ? ഇപ്പം നമ്മളെടുത്ത് പറഞ്ഞ പ്രോഡക്റ്റിന് ആ ഉദ്ദേശിച്ച ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് നമ്മൾ സ്വായത്തമാക്കണം. അതിൻ്റെ ഗ്രേഡ് നമ്മൾ എൻഷുർ ചെയ്യണം. കസ്റ്റമർ ഉദ്ദേശിച്ച കളറുള്ള പ്രോഡക്റ്റ് അത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കണം. നമ്മൾ കസ്റ്റമറിന് കാണിച്ച അതേ പ്രൈസാണോ ഇതിൻ്റെ പ്രൈസ് എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യണം.
ആ കസ്റ്റമറിന് അത് എന്നാണ് ഡെലിവറി ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരായിട്ടുള്ളത് ആ ടൈമിൽ അത് കൃത്യമായി ഡെലിവറി ചെയ്യുക. അത് ഏത് സ്ഥലത്താണ് ഡെലിവറി ചെയ്യേണ്ടത് അവിടെ ഡെലിവറി ചെയ്യുക. അങ്ങനെ നമ്മൾ കസ്റ്റമറിൻ്റെ ഓർഡറിലുള്ള ഓരോ സ്പെസിഫിക്കേഷൻസും നമുക്ക് ആക്ടിവിറ്റീസ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് നമ്മൾ എത്ര കണ്ട് നന്നായി പെർഫോം ചെയ്യുന്നുവോ, അത് നമ്മൾ കൃത്യമായി അഷ്വർ ചെയ്യുന്നുവോ, അതനുസരിച്ചാണ് നമ്മുടെ ബയ്യേഴ്സിന്, കസ്റ്റമറായിട്ടുള്ള ബയ്യേഴ്സിന് നമ്മളിലേക്ക് വിശ്വാസം, ഒരു ആശ്രയം അല്ലേ, നമ്മളെ ആശ്രയിക്കാം എന്നുള്ളൊരു വിശ്വാസം വരുന്നത്. റിലയബിലിറ്റി അങ്ങനെയാണ് ഫോം ചെയ്യുക. ഓക്കെ, കൃത്യമായി നമ്മൾ കാര്യങ്ങൾ, ഓർഡറിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി നമ്മൾ പാലിക്കണം. ഓക്കെ, സോ ഇതും നമ്മളുടെ കസ്റ്റമർ സർവീസിൻ്റെ ക്വാളിറ്റി ആസ്പെക്റ്റാണ്. അപ്പോൾ നോക്കൂ, ക്വാളിറ്റി ആസ്പെക്ട്സ് ഏതൊക്കെ ആംഗിളിലാണ് ഫോം ചെയ്യുന്നത്. ചുമ്മാ അങ്ങ് ഡെലിവറി ചെയ്യുക എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് അല്ലേ. അല്ല, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലേ. അവൈലബിലിറ്റി ശ്രദ്ധിക്കണം, സ്പീഡ് ഓഫ് ഡെലിവറി ശ്രദ്ധിക്കണം, ഫ്ലെക്സിബിലിറ്റി ശ്രദ്ധിക്കണം, റിലയബിലിറ്റി ശ്രദ്ധിക്കണം അല്ലേ. അങ്ങനെ ഓരോ ചെറിയ ചെറിയ ആസ്പെക്ട്സ് നമ്മൾ കൃത്യമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് നല്ല ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. കസ്റ്റമറിന് ഫീൽ ചെയ്യും അല്ലേ. ഈ ആസ്പെക്ട്സൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കസ്റ്റമറിന് ശരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് ഒരു ഫീലിംഗ് അവർക്ക് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ആസ്പെക്ട്സിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ആസ്പെക്റ്റാണ് ട്രാൻസ്പെറൻസി. അതായത് എന്താണ് ട്രാൻസ്പെറൻസി കൊണ്ട് ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഡെലിവറി ടൈമിൽ നമ്മൾ ആ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും കൃത്യമായിട്ട് കസ്റ്റമറിലേക്ക് ഡിസ്ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് ട്രാൻസ്പെറൻസി. അതായത് ആ പ്രോഡക്റ്റിനെ പല ഡിഫറെൻറ്റ് ആസ്പെക്ട്സിനെ കുറിച്ചും അതിനുള്ള നോളേജ് കൃത്യമായി നമ്മളുടെ കസ്റ്റമറിലേക്ക് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ആ നോളേജ് സ്വായത്തമാക്കിയിട്ടായിരിക്കണം നമ്മുടെ കസ്റ്റമർ കറക്റ്റായിട്ട് നമ്മളുടെ ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഡിസിഷൻ എടുത്തിട്ടുണ്ടാവേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പ്രോഡക്റ്റിനെ കുറിച്ചുള്ള എല്ലാ നോളേജസും ആ കസ്റ്റമറിന് അത് ഡെലിവറി ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ കൃത്യമായി നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കസ്റ്റമേഴ്സിന് ആ പോസ്റ്റ് പർച്ചേസ് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അതിനെ മാർക്കറ്റിങ്ങിൽ കുറച്ചുകൂടി ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ കൊഗ്നിറ്റീവ് ഡിസനൻസ് എന്ന് പറയുക. അത് നിങ്ങൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ പഠിച്ചിട്ടുണ്ടാവണം. കൊഗ്നിറ്റീവ് ഡിസനൻസ്, ദറ്റ് മീൻസ് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കുണ്ടാവുന്ന ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ അങ്ങനെ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മളത് മേക്കപ്പ് ചെയ്യും. അതിനെയാണ് നമ്മൾ കൊഗ്നിറ്റീവ് ഡിസനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ പോസ്റ്റ് പർച്ചേസ് ആയിട്ടുള്ള ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. എപ്പോഴാണ്? അതിനെക്കുറിച്ച് പ്രോപ്പറായിട്ടുള്ള നോളേജ് ഇല്ല എന്നുണ്ടെങ്കിൽ. കാരണം ഒരു കുറച്ച് മണി കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ്, ഡ്യൂറബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതിനെ ഇൻ ആൻഡ് ഔട്ട് മാക്സിമം ഇൻഫർമേഷൻസ് നമ്മൾ ഗ്യാദർ ചെയ്തിരിക്കണം ബിഫോർ ടേക്കിംഗ് ദ ഡിസിഷൻ. സ്വാഭാവികമായിട്ടും നമ്മളുടെ സെല്ലേഴ്സിനും അതിനുള്ള ബാധ്യതയുണ്ട്. അതിൻ്റെ ഇൻഫർമേഷൻസൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള ബാധ്യതയുണ്ട്. അതാണ് ഈ ട്രാൻസ്പെറൻസി കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഇൻഫർമേഷൻസ് നമുക്ക് നമ്മുടെ സെല്ലർ തന്നിരിക്കണം അല്ലേ. അപ്പോൾ അങ്ങനെ കറക്റ്റ് ഇൻഫർമേഷൻസ് തന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കസ്റ്റമേഴ്സിന് അത് കൃത്യമായി മനസ്സിലാക്കുകയും പിന്നീട് അവരിൽ ഉണ്ടാവേണ്ട പോസ്റ്റ് പർച്ചേസ് ഡിസാറ്റിസ്ഫാക്ഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ട്രാൻസ്പെറൻസി. സപ്പോസ് ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഒരു ഓൺലൈൻ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ഓർഡർ ചെയ്തു. ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കൺഫർമേഷൻ കിട്ടി, മെസ്സേജ് കിട്ടി. അതിൽ നമ്മളുടെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ഡെലിവറി ടൈം, ഡെലിവറി പ്ലേസ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്, നമ്മൾ കൺഫേം ചെയ്തപ്പോൾ പ്രൈസ് കറക്റ്റായിരുന്നു. ഓക്കെ, ഡെലിവറി ടൈം എപ്പോഴാണ്, എത്ര സമയം എടുക്കും, ഏതാ പ്ലേസ് നമുക്ക് ഡെലിവറി ചെയ്യുന്നത് എല്ലാം നമ്മൾ കണ്ടു. ഓക്കെ, സോ ഓർഡർ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. 1 വീക്കാണ് സമയം. ഓക്കെ,
ഇപ്പോൾ എന്തെങ്കിലും ഒരു അൺഅവോയ്ഡബിൾ സിറ്റുവേഷനിൽ ഈ പറയുന്ന സെല്ലർക്ക് ഒരു 2 ദിവസം കൂടി ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ ഡിലേ വരികയാണെങ്കിൽ അത് ചിലപ്പോൾ ഇയാൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അങ്ങനെ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അത് സ്വാഭാവികമായിട്ടും ആ സമയത്ത് തന്നെ എന്ത് ചെയ്യണം, അറിയിച്ചിരിക്കണം. ബിക്കോസ് ഓഫ് ദിസ് റീസൺ നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ 2 more days ഡിലേ ആവും. അങ്ങനെ നമ്മൾ കൃത്യമായി അറിയിച്ചില്ല, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ട്രാൻസ്പെറൻറ്റ്, നമ്മൾ അറിയിക്കാതെ വെറുതെ അങ്ങ് 2 ദിവസം വൈകിച്ച് കഴിഞ്ഞാൽ കസ്റ്റമറിന് ആ ഒരു പോസ്റ്റ് പർച്ചേസ് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇവർ വെറുതെ നമ്മളെ പറഞ്ഞു പറ്റിക്കുക, ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഈ ഒരു സപ്ലൈ ചെയിൻ കമ്പനിയുടെ അടുത്ത് നിന്ന് നമുക്കൊരു സാധനം മേടിക്കണ്ട, ഇവർ പറയുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2 ആഴ്ചയൊക്കെ എടുക്കും, കൃത്യമായിട്ടുള്ളൊരു ഇതില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു പോസ്റ്റ് പർച്ചേസ് ഡിസാറ്റിസ്ഫാക്ഷൻ ഫോം ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും കൃത്യമായിട്ട്, ഇപ്പോൾ നമുക്ക് വൺസ് ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ കസ്റ്റമറുമായിട്ടുള്ള കോൺടാക്റ്റ് നമുക്ക് ഫോം ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു കോൺടാക്റ്റിൽ നമ്മളെപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ ഇൻഫർമേഷൻസ് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ആ ട്രാൻസ്പെറൻസി അല്ലേ. ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്കിപ്പോൾ ഒരു പ്രൊവിഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ പർച്ചേസിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റ് എവിടം വരെ എത്തിക്കഴിഞ്ഞു എന്നൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ ആ ട്രാൻസ്പെറൻസിയുടെ ഒരു ഇതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻ ആൻഡ് ഔട്ട് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഡെലിവറിക്ക് മുന്നേ നമ്മുടെ കസ്റ്റമറിന് പ്രൊവൈഡ് ചെയ്തിരിക്കണം. അത് നമ്മളുടെ കസ്റ്റമർ സർവീസിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് വരുന്ന ഒരു ആസ്പെക്റ്റാണ് പോസ്റ്റ് ഡെലിവറി സർവീസ്. ദാറ്റ് മീൻസ് നമ്മൾ പ്രോഡക്റ്റ് കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പർച്ചേസിങ് അവിടെ കംപ്ലീറ്റ് ആയി. ആ പർച്ചേസിങ് കംപ്ലീറ്റ് ആയതിനു ശേഷവും ചില പ്രോഡക്റ്റ്സിന് നമുക്ക് സർവീസ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള പോസ്റ്റ് ഡെലിവറി സർവീസ് അല്ലേ. അപ്പം ഒരുപാട് പ്രോഡക്ട്സ്, ഇതിപ്പോൾ മിഷനറീസ് ടൈപ്പായിട്ടുള്ളത്, വെഹിക്കിൾസ്, കമ്പ്യൂട്ടേഴ്സ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡ്യൂറബിൾ ഐറ്റംസ് അല്ലേ. അതിനൊക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള റിപ്പയേഴ്സും മെയിൻ്റെനൻസും ഒക്കെ വേണ്ടി വരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശരിക്കും മാനുഫാക്ചററോ സെല്ലറോ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള റിപ്പയറിങ് സർവീസസൊക്കെ എപ്പോഴൊക്കെ കസ്റ്റമർ ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ ആ സമയത്തൊക്കെ കൃത്യമായി കൊടുത്തിരിക്കണം. അങ്ങനെ കൃത്യമായി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള പുവർ ആഫ്റ്റർ സെയിൽ സർവീസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളുടെ കസ്റ്റമർ സർവീസിൻ്റെ ക്വാളിറ്റീനെയാണ് ബാധിക്കുന്നത്. ഓക്കെ, സോ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള കസ്റ്റമർ സർവീസ് മാനേജ്മെൻറ്റിലൂടെ നമുക്ക് ശരിക്കും നല്ല ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് തന്നെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുക അല്ലേ. അപ്പോൾ അവരങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ശരിക്കും എന്താണ്, നമ്മുടെ കമ്പനിയെക്കുറിച്ചും നമ്മുടെ പ്രോഡക്ട്സിനെ കുറിച്ചൊക്കെ നല്ല പോസിറ്റീവായിട്ടുള്ള മെസ്സേജസ് ആയിരിക്കും സ്പ്രെഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് നമുക്ക് നല്ല പ്രോസ്പെക്റ്റീവായിട്ടുള്ള കസ്റ്റമേഴ്സായിട്ട് ഫോം ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രയത്നിക്കുന്നതിന് ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഈ രീതിയിൽ കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനെ ഹാപ്പി ആയിട്ടുള്ള കസ്റ്റമേഴ്സ് നമ്മളിലേക്ക് റീറ്റെയിൻ ചെയ്യുക മാത്രമല്ല ചെയ്യുക, മറിച്ച് അവർ തന്നെ നമ്മളിലേക്ക് പുതിയ കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കാനുള്ളൊരു പ്രവണതയും കൂടി അവർ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ അതുകൊണ്ടാണ് പറയുന്നത് ഒരു നല്ല കസ്റ്റമർ സർവീസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിന് കൃത്യമായിട്ടുള്ള പ്രോഡക്റ്റ് കൃത്യമായ സമയത്ത് കൃത്യമായിട്ടുള്ള പ്ലേസിൽ കൃത്യമായിട്ടുള്ള പ്രൈസിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കസ്റ്റമർ സർവീസ് മാനേജ്മെൻറ്റ് എന്നുള്ളത് അത് ആ കസ്റ്റമർ സർവീസിൽ നമ്മൾ ക്വാളിറ്റിക്ക് വേണ്ടി എന്തൊക്കെ ആസ്പെക്ട്സ് ഫോം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ സപ്ലൈ ചെയിൻ്റെ ഒരു സക്സസിൻ്റെ ബാക്കിലുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മുടെ കസ്റ്റമർ സർവീസ് മാനേജ്മെൻറ്റിൽ എന്തൊക്കെ സ്റ്റെപ്സാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ആസ്പെക്ട്സ് ഒക്കെ കണ്ടല്ലോ, സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യങ്ങളിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് കണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മളെങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അത് ഇൻവോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമേ കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ
അതിനെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യണം. ഓരോ സമയത്തും ഇതൊക്കെ നമ്മൾ വൺസ് ഇൻ എ ടൈം അല്ല, നമ്മളത് ത്രൂ ഔട്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ ഓരോ മാർക്കറ്റ്സ് എവിടേക്കാണ്, ആ മാർക്കറ്റ്സിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ അവൈലബിലിറ്റിയൊക്കെ എത്ര സ്ഥിരമായിട്ട് ഉണ്ട് എന്നുള്ളതും, നമുക്ക് ആ ഓരോ മാർക്കറ്റിലും കസ്റ്റമർ ഓർഡർ അനുസരിച്ച് നമ്മുടെ ഡെലിവറി സ്പീഡ് എങ്ങനെയാണെന്നുള്ളതും, നമ്മുടെ സെല്ലേഴ്സ് ആയിട്ടുള്ള റീറ്റെയിലേഴ്സ് എത്രമാത്രം ഫ്ലെക്സിബിളായിട്ട് നമ്മളുടെ കസ്റ്റമേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഓരോ ഏരിയാസിലും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതുമാത്രമല്ല നമ്മൾ എന്ത് ചെയ്യണം, ഈ കസ്റ്റമർ സർവീസ് കൃത്യമായിട്ട് ക്വാളിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള ചില സ്റ്റാൻഡേർഡ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ആ കറക്റ്റ് ടൈമിൽ ഡെലിവറി ചെയ്യുന്നതിന്, അതുപോലെ തന്നെ നല്ല ആഫ്റ്റർ സെയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനൊക്കെ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ്. ആ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് അത് ഡോക്യുമെൻ്റ് ചെയ്യണം. കാരണം ഈ സർവീസിന് പോകുന്ന സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് അല്ലെങ്കിൽ നമ്മുടെ റീറ്റെയിലിൻ്റെ റെപ്സൊക്കെ അവർ അത് ഡെലിവറി ചെയ്യുന്ന കൃത്യമായിട്ടുള്ള ടൈമിൽ ഡെലിവറി ചെയ്തോ എന്നുള്ള കാര്യങ്ങളൊക്കെ കസ്റ്റമേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റോടുകൂടി ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കുക, അല്ലേ, അതിനുള്ള ഒരുപാട് ഫോംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആഫ്റ്റർ സെയിൽ സർവീസ് ചെയ്യുമ്പോഴൊക്കെയും കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് ആ ഫോംസ് ഫില്ലപ്പ് ചെയ്തൊക്കെ കൊണ്ടുവരിക. അപ്പോൾ അതിന് അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സ് ഫോം ചെയ്ത് അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ മാനുഫാക്ചർക്കായാലും എന്ത് ചെയ്യാം, ഇതെല്ലാം ഒന്ന് അനലൈസ് ചെയ്യാം. മാനുഫാക്ചറ്, സെല്ലറായിട്ടുള്ള റീറ്റെയിലർ മാനുഫാക്ചർ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ ഈ സ്റ്റാൻഡേർഡ്സ് വെച്ച് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കസ്റ്റമറിൻ്റെ മെഷറിങ് ദ ആക്ച്വൽ പെർഫോമൻസ് ഇൻ ഡെലിവറിങ് ദ കസ്റ്റമർ സർവീസ് ഫ്രം കമ്പനി റെക്കോർഡ്സ് ആൻഡ് കസ്റ്റമർ ഫീഡ്ബാക്സ്. ഇപ്പോൾ കമ്പനിയുടെ റെക്കോർഡിൽ നോക്കിയിട്ടും പിന്നെ അതുപോലെ കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്സ് ഒക്കെ നോക്കിയിട്ട് എത്രമാത്രം നല്ല രീതിയിൽ ഈ പറയുന്ന കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മെഷർ ചെയ്തെടുക്കാം. അതിലെന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. കമ്പയറിങ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദ സ്റ്റാൻഡേർഡ് ആൻഡ് ഐഡൻറ്റിഫൈങ് ഡെഫിഷ്യൻസി. ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് വെച്ച് നമ്മൾ പെർഫോം ചെയ്യാനായിട്ട് അവരോട് പറയുമ്പോഴും ആക്ച്വലായിട്ട് പെർഫോം ചെയ്യുന്നതും തമ്മിൽ എത്രമാത്രം വ്യത്യാസങ്ങളുണ്ട്, അതിൽ എന്തൊക്കെ ഡെഫിഷ്യൻസി ഉണ്ട്, ആ ഡെഫിഷ്യൻസി നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം, അതിലൂടെ നമ്മളുടെ കസ്റ്റമർ സർവീസിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ഫൈനലി നോക്കും. അപ്പോൾ ഇങ്ങനെയാണ് കസ്റ്റമർ സർവീസ് മാനേജ്മെൻറ്റിന് നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റെപ്സ്. ഓക്കെ, സോ നമ്മുടെ കസ്റ്റമർ സർവീസിൻ്റെ ഓരോ ആസ്പെക്ട്സും ആദ്യം കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുക. അവൈലബിലിറ്റി എത്രയുണ്ട്, സ്പീഡ് ഓഫ് ഡെലിവറി എങ്ങനെയുണ്ട്, ഫ്ലെക്സിബിലിറ്റി, അതിനുള്ള സെറ്റപ്സൊക്കെ എങ്ങനെയാണെന്ന് നോക്കുക. പിന്നെ സ്റ്റാൻഡേർഡ്സ് ഓരോന്നും മെഷർ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുക. പിന്നെ ആക്ച്വലി പെർഫോം ചെയ്യുന്നതും നമ്മുടെ സ്റ്റാൻഡേർഡ് പെർഫോമൻസ്, എക്സ്പെക്റ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് പെർഫോമൻസ് തമ്മിലുള്ള വ്യത്യാസം നോക്കുക. റെക്കോർഡ്സ് എല്ലാം ഫീഡ്ബാക്സ് ഒക്കെ നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. അതിലെന്തെങ്കിലും ഡെഫിഷ്യൻസി കണ്ടാൽ അത് നമ്മൾ കൺട്രോൾ മെഷേഴ്സിലൂടെ ഇമ്പ്രൂവ് ചെയ്ത് നമ്മുടെ കസ്റ്റമർ സർവീസിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ കസ്റ്റമർ സർവീസ് മാനേജ്മെൻറ്റ് വരുന്നത്. അപ്പോൾ കസ്റ്റമർ സർവീസ് മാനേജ്മെൻറ്റിൽ ആ ക്വാളിറ്റിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആസ്പെക്ട്സ് ഏതൊക്കെയാണെന്നും ആ കസ്റ്റമർ സർവീസ് മാനേജ്മെൻറ്റിൻ്റെ ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടു. ഇത്രയും നമുക്ക് CSMൽ പഠിക്കാനുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മളുടെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ 8 കീ പ്രോസസ്സിലെ മൂന്നാമത്തെ കീ പ്രോസസ്സിലേക്കാണ് പോകുന്നത്. ഇപ്പം ഈ സപ്ലൈ ചെയിൻ്റെ ഓരോ കൺസെപ്റ്റ്സ് എടുത്ത് നമ്മൾ പഠിക്കുമ്പോഴും നമുക്കതിലൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇതിലെല്ലാം പറയുന്ന മിക്ക കാര്യങ്ങളും നമ്മുടെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഒരു സംശയവുമില്ല, നമ്മുടെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ നിന്നും ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു പുതിയ ടെക്നിക്കും കൺസെപ്റ്റും കൂടിയാണ് നമ്മുടെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളുടെ കീ പ്രോസസ്സിൽ വരുന്നതാണ് ഡിമാൻഡ് മാനേജ്മെൻറ്റ്. ഇപ്പം കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു, കസ്റ്റമർ സർവീസ് മാനേജ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. അല്ല, കസ്റ്റമർ സർവീസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രൈം ഒബ്ജക്റ്റീവാണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അത് അച്ചീവ് ചെയ്യാനാണ് CSM വന്നിട്ടുള്ളത്.
ഇനി ഡിമാൻഡ് മാനേജ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മളുടെ എൻറ്റയർ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ടാർഗറ്റ് ചെയ്യുന്നത് ഈ ഡിമാൻഡിനെയാണ്. അല്ലേ, നമ്മൾ മാർക്കറ്റിംഗ് പറയുന്നത് മാർക്കറ്റിംഗ് സ്റ്റാർട്ട്സ് വിത്ത് ദ കസ്റ്റമേഴ്സ് ആൻഡ് എൻഡ്സ് വിത്ത് ദ കസ്റ്റമേഴ്സ് എന്നുള്ള കൺസെപ്റ്റ് അതേ തന്നെയാണ് ഇവിടെയും വരുന്നത് ആ ഡിമാൻഡ് മാനേജ്മെൻറ്റിൽ. അപ്പോൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിന് ഡിമാൻഡാണ്. അപ്പോൾ സ്റ്റാർട്ട്സ് വിത്ത് ദ കസ്റ്റമേഴ്സ് ഡിമാൻഡ് ആൻഡ് എൻഡ്സ് വിത്ത് ദ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ എങ്ങനെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ കസ്റ്റമേഴ്സ് ആൻഡ് എൻഡ്സ് വിത്ത് ദ കസ്റ്റമേഴ്സ്, അതേപോലെ തന്നെ നമ്മുടെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റും സ്റ്റാർട്ട്സ് വിത്ത് ദ കസ്റ്റമേഴ്സ് ആൻഡ് എൻഡ്സ് വിത്ത് ദ കസ്റ്റമേഴ്സ്. അപ്പോൾ അതുകൊണ്ടാണ് ദ എൻറ്റയർ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഈസ് ടാർഗറ്റിംഗ് ഓൺ ദ ഡിമാൻഡ്, കസ്റ്റമർ ഡിമാൻഡ്. അപ്പം നമ്മൾ ആ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പ്രൊക്യൂർമെൻറ്റ് ഓഫ് റോ മെറ്റീരിയൽസ്, മാനുഫാക്ചറിങ് ഓഫ് ദ പ്രോഡക്ട്സ്, വെയർ ഹൗസിങ് ഓഫ് ദ പ്രോഡക്ട്സ്, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ പ്രോഡക്ട്സ്, റീറ്റെയിലിംഗ് ഓഫ് ദ പ്രോഡക്ട്സ്, ഇതെല്ലാം ഈ പറയുന്ന കസ്റ്റമറിൻ്റെ ഡിമാൻഡിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ വളരെ ലോ ഡിമാൻഡാണെങ്കിൽ നമ്മളുടെ ആക്ടിവിറ്റീസ് എല്ലാം ലോ ആയിപ്പോവും. അതേസമയം ഹൈ ഡിമാൻഡാണെങ്കിൽ ഈ പ്രൊക്യൂർമെൻറ്റ്, മാനുഫാക്ചറിങ്, വെയർ ഹൗസിങ്, ട്രാൻസ്പോർട്ടേഷൻ, റീറ്റെയിലിംഗ് എല്ലാ ആക്ടിവിറ്റീസും വളരെ സ്പീഡി ആയിട്ട് ഹൈ ആയിട്ട് മാറും. സോ നമ്മളുടെ സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസിൽ ശരിക്കും ഒരു ഡ്രൈവിംഗ് ഫോഴ്സ്, എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നൊരു ഫോഴ്സ് എന്ന് പറയുന്നത് തന്നെ നോക്കുകയാണെങ്കിൽ ഈ ഡിമാൻഡാണ്. ഓക്കെ, സോ എന്തെങ്കിലും ആ ഡിമാൻഡിൽ ഫ്ലക്ച്വേഷൻ വന്നു കഴിഞ്ഞാൽ അത് നമ്മളുടെ സപ്ലൈ ചെയിൻ്റെ സ്മൂത്ത് ഫങ്ഷനിങ്ങിനെ തന്നെ അഫക്റ്റ് ചെയ്യും, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ, നമ്മുടെ ഭാവി, നമ്മുടെ ബിസിനസ്സിൻ്റെ ഭാവിയും അൺസേർട്ടൺ, നമുക്കൊന്നും പ്രവചിക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ തന്നെ കൊറോണ വന്നപ്പം എത്രമാത്രം ബിസിനസ്സുകളാണ് ബാധിക്കപ്പെട്ടത്, അല്ലേ? അപ്പോൾ ആ ബിസിനസ്സുകളിൽ ബാധിപ്പുണ്ടായതൊക്കെ, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ സപ്ലൈ ചെയിൻ ബിസിനസ്സിൽ ഒരുപാട് ബാധിപ്പുണ്ടായിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം വളരെ എനർജറ്റിക്കായിട്ട്, വളരെ ഉത്സാഹമായിട്ട് ഈ പറയുന്ന സമയത്തൊക്കെ ഒരുപാട് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഡിമാൻഡൊക്കെ എന്തായി, അതിലൊക്കെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായി, അല്ലേ? അപ്പോൾ അത് മൊത്തം ആ സപ്ലൈ ചെയിൻ്റെ സ്മൂത്ത് ഫങ്ഷനിങ്ങിനെ ബാധിച്ചു. അപ്പോൾ നമ്മുടെ ഭാവി, നമ്മുടെ ബിസിനസ്സിൻ്റെ ഭാവി അൺസേർട്ടൺ ആയിട്ട് മാറുകയാണ്. എത്ര പേർക്കാണ് അതിൻ്റെ നഷ്ടങ്ങളും കാര്യങ്ങളും ഉണ്ടാവുന്നത്, അല്ലേ? അപ്പോൾ ഇതൊരു നാച്ചുറൽ കലാമിറ്റിയാണ്. ഈ ഒരു നാച്ചുറൽ കലാമിറ്റി വിച്ച് ഇസ് നോട്ട് അണ്ടർ അവർ കൺട്രോൾ ഈസ് ക്രിയേറ്റിംഗ് ത്രെറ്റ്സ്. അപ്പോൾ അങ്ങനെ ആ ത്രെറ്റ് വന്നിട്ടാണ് നമ്മളുടെ ഡിമാൻഡിനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്, കണ്ടോ? അപ്പോൾ ബിസിനസ്സിന് ഇതുപോലെയുള്ള ഫ്ലക്ച്വേഷൻസ് ഡ്യൂ ടു നാച്ചുറൽ കലാമിറ്റി ഇറ്റ് ഈസ് അൺഅവോയ്ഡബിൾ. അങ്ങനത്തെ സിറ്റുവേഷൻസിലും നമ്മൾ ഓവർകം ചെയ്ത് മുന്നോട്ട് വരാനായിട്ട് വാട്ട് ആർ ദ ഓപ്ഷൻസ് നമ്മളത് കണ്ടെത്തേണ്ടത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, സോ ഡിമാൻഡ് മാനേജ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ് സപ്ലൈ ചെയിനിൽ വരുന്നതെന്നുള്ളത് നമ്മളൊരു ഇൻട്രഡക്ഷൻ നോക്കി. ഇനി നെക്സ്റ്റ് അതിൽ എന്താ പറയണമെന്ന് നോക്കാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിൻ്റ് ഇതായിരുന്നു, ഡിമാൻഡ് ശരിക്കും നമ്മളുടെ സപ്ലൈ ചെയിൻ ബിസിനസ്സിൻ്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സാണ്. അപ്പോൾ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക, അത് മാനേജ് ചെയ്യുക, അത് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത് നമ്മുടെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഒരു സെൻട്രൽ തീം കൂടിയാണ്. അപ്പോൾ നമ്മളുടെ മാനേജ്മെൻറ്റിൻ്റെ ഒരു അറ്റംപ്റ്റാണ് ഈ പറയുന്ന കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. അതിലൂടെ നമ്മളുടെ സപ്ലൈ ചെയിൻ്റെ പ്രോഫിറ്റബിലിറ്റി കൂട്ടുക എന്നുള്ളത്, അല്ലേ? സ്വാഭാവികമായിട്ടും നമുക്കറിയാമല്ലോ, ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഡിമാൻഡ് മാനേജ്മെൻറ്റിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുന്നത്? അപ്പോൾ ദ ഫോളോയിങ് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ടു ദ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഓഫ് ദ പ്രോഡക്റ്റ്. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാനായിട്ട് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, അതാണ് നമ്മൾ ഇന്ന് ഫൈനലായിട്ട് നോക്കാൻ പോകുന്നത്.
അതിൽ ആദ്യം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷൻ്റെ ഇൻക്രീസ്. ഓരോ സ്ഥലങ്ങളിൽ നമ്മളുടെ പോപ്പുലേഷൻ്റെ ഇൻക്രീസ് ഇതൊരു ഡെമോഗ്രാഫിക് ഫാക്ടറാണ്. പോപ്പുലേഷൻ ഇസ് എ ഡെമോഗ്രാഫിക് ഫാക്ടർ അല്ലേ. ഡെമോഗ്രാഫി നിങ്ങൾ മാർക്കറ്റിങ്ങിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. നമ്മുടെ പോപ്പുലേഷൻ, അതുപോലെ അതായത് പോപ്പുലേഷൻ അതിൻ്റെ മൊത്തം സ്റ്റഡിയാണ് നമ്മൾ ഡെമോഗ്രാഫി എന്ന് പറയുന്നത്. ഡെമോഗ്രാഫി ഈസ് ദ സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ ഇൻ ടേംസ് ഓഫ് ജെൻഡർ, ഏജ്, എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ഇൻകം, റേസ്, കമ്മ്യൂണിറ്റി, കാസ്റ്റ്, ഇതൊക്കെ വരുന്നത് ആ ഡെമോഗ്രാഫിയിലാണ്. അപ്പോൾ ഈ ഡെമോഗ്രാഫിയുടെ ഇൻക്രീസ്, ആ പോപ്പുലേഷൻ്റെ ഇൻക്രീസ് സ്വാഭാവികമായിട്ടും നമ്മളുടെ നമ്പർ ഓഫ് കൺസ്യൂമേഴ്സിൻ്റെ ഇൻക്രീസിന് വഴിയുണ്ടാക്കും. അത് നമ്മുടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ മാർക്കറ്റിൽ പോപ്പുലേഷൻ എങ്ങനെ ക്രൗഡഡ് ആവുന്നു, പോപ്പുലേഷൻ എങ്ങനെ ഇൻക്രീസ് ആവുന്നു എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ പോപ്പുലേഷൻ ഇൻക്രീസിങ് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ എണ്ണം കൂട്ടുന്നു, അത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു ആണല്ലോ ഇല്ലേ. ഇപ്പം നമുക്ക് നമ്മളുടെ കേരളത്തിൻ്റെ ഒരു സ്ഥിതിഗതികൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം എല്ലാ ഏരിയാസിലും പോപ്പുലേഷൻ്റെ ഇൻക്രീസ് ഉണ്ടാവുന്നു. എന്താ കാരണം? അൺസ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിൽ നിന്ന് അല്ലേ, ഇപ്പോൾ ബംഗാൾ, നേപ്പാൾ അല്ലേ, നോർത്ത് ഇന്ത്യ കഴിഞ്ഞ അപ്പുറത്തുള്ള ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് പേര്, ഇപ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന്, ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ നമ്മളുടെ ഈ പറയുന്ന കേരളത്തിൽ ഉടനീളം എല്ലാ ഈ പറയുന്ന ജില്ലകളിലും അവർ വന്ന് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? നമ്മുടെ പോപ്പുലേഷൻ്റെ ഇൻക്രീസാണ്. അപ്പോൾ അവരങ്ങനെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പല ജനറൽ പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡും സ്വാഭാവികമായിട്ടും ഇൻക്രീസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ മൊബൈൽ ഫോൺസ് യൂസേജ്, അതുപോലെ സിം കാർഡ് യൂസേജ്, ഇതെല്ലാം ഇൻക്രീസ് ചെയ്യുകയാണ് എല്ലാ സ്ഥലങ്ങളിലും. അത് ഈ പറയുന്ന പോപ്പുലേഷൻ്റെ ഇൻക്രീസ് അനുസരിച്ചാണ്. അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള പല പ്രോഡക്ട്സിൻ്റെയും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമ്മളുടെ ഡിമാൻഡിനെ ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ ഈ പറയുന്ന ചേഞ്ച് ഇൻ ഫാഷൻ അല്ലേ. ആ ചേഞ്ച് ഇൻ ഫാഷന് ഒരുപാട് ഈ പറയുന്ന ഡിമാൻഡിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. ചേഞ്ച് ഇൻ ഫാഷൻ എങ്ങനെയത്? ചേഞ്ച് ഇൻ ഫാഷൻ, അതുപോലെ ചേഞ്ച് ഇൻ ആ ഒരു ടേം ഇങ്ങനെയാണ്, ചേഞ്ച് ഇൻ ടേസ്റ്റ് ആൻഡ് ഫാഷൻ എന്നാണ് വരിക കേട്ടോ. സോറി, അത് ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ്. ചേഞ്ച് ഇൻ ടേസ്റ്റ് ആൻഡ് ഫാഷൻ. ആ ടേസ്റ്റ് മാറുക, ഓരോരുത്തരുടെയും ഓരോ അഭിരുചി മാറുക, ഫാഷൻ മാറുക അല്ലേ. ഇപ്പോഴത്തെ ഒരുപാട് നമ്മുടെ ഗ്ലോബലൈസേഷൻ്റെ സ്വാധീനത്തോട് കൂടിയിട്ട് ഈ കസ്റ്റമേഴ്സിനുണ്ടാവുന്ന ടേസ്റ്റൊക്കെ വളരെ ഗ്ലോബലൈസ്ഡ് ആയിട്ടാണ് മാറുക അല്ലേ. പണ്ടൊക്കെ അങ്ങനെ ഇല്ലായിരുന്നില്ല. ആ ഒരു മാറ്റം എന്ന് പറയുന്നത് അതിൻ്റെ സ്പീഡ് വളരെ കുറവായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു എന്താ പറയുക, ഈ റീച്ചബിലിറ്റി അത്രയും കുറവായിരുന്നു പണ്ടൊക്കെ അല്ലേ. ഇന്ത്യയിലുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ വളരെ പതുക്കെയാണ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ലോകത്തുള്ള എമ്പാടുമുള്ള കാര്യങ്ങൾ വിതിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം, വിതിൻ സെക്കൻഡ്സാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ അങ്ങനെ ഗ്ലോബലൈസ്ഡ് ആയിട്ടാണ് ഈ പറയുന്ന കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റും ഫാഷനും എല്ലാം മാറുന്നത് അല്ലേ. അപ്പോൾ അത് നമ്മൾ ഇപ്പോഴത്തെ ഡ്രസ്സിങ്ങിനും ആ വേ ഓഫ് നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ് എല്ലാം നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആ ചേഞ്ച് ചെയ്യുന്ന ആ ടേസ്റ്റ്, ആ ഫാഷൻ, ഇതെല്ലാം പല പുതിയ ഇന്നോവേഷൻസിലേക്ക് ഡിമാൻഡ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ മാനുഫാക്ചർ ഉണ്ടാക്കുന്ന ആ പ്രോഡക്റ്റ്, നമ്മൾ പ്രോഡക്റ്റ് ഇതിൽ കമേഴ്ഷ്യലൈസേഷൻ അല്ലേ, പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് അല്ലേ, ആ ഒരു ഇതിൽ പറയുന്നുണ്ട് നമ്മളത് വിശദമായിട്ട്. അപ്പം ആ 8 ക്രീ പ്രോസസ്സിൽ നമുക്ക് വരുന്ന ഒരു പ്രോസസ്സാണ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് കൊമേഴ്ഷ്യലൈസേഷൻ, 7ാമത്തത്. അതിൽ നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ട്. അതായത് ഒരു മാനുഫാക്ചറർ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് കസ്റ്റമറിന് അയക്കുമ്പോൾ ഈ പ്രോഡക്റ്റ് എന്ന് പറയുക ചുമ്മാ ഒരു പ്രോഡക്റ്റ് അല്ല, അത് നമ്മളുടെ കമ്പനിയിൽ റിസർച്ച് ആൻഡ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള പ്രോഡക്റ്റാണ്. അപ്പോൾ ഇപ്പോൾ
ഏതൊരു കമ്പനി ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിലും ദ പ്രോഡക്റ്റ് ഷുഡ് ബി എ പൊട്ടൻഷ്യൽ പ്രോഡക്റ്റ്. അതൊരു പൊട്ടൻഷ്യൽ പ്രോഡക്റ്റ് ആയിരിക്കണം. എന്താണ് ഈ പൊട്ടൻഷ്യൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്? അതായത് നമ്മൾ ഇപ്പോൾ ആ പ്രോഡക്റ്റ് ആ കസ്റ്റമറിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ പ്രോഡക്റ്റിന് കുറേയധികം അഡീഷണൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എക്സ്ട്രാ ഫീച്ചേഴ്സ് വേറെ ഉണ്ടായിരിക്കണം. സോ ദാറ്റ് പിന്നീട് കസ്റ്റമറിൻ്റെ ടേസ്റ്റ് അതുപോലെ ഫാഷനൊക്കെ മാറുന്നതനുസരിച്ച് നമുക്കത് മാറ്റി കൊടുക്കാനായിട്ട്, അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് മാറ്റി കൊടുക്കാനായിട്ട് നമുക്ക് പറ്റണം. അപ്പോൾ അങ്ങനെയുള്ള പ്രോഡക്ട്സിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ പ്രോഡക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇല്ലേ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ പേസ്റ്റ്, കോൾഗേറ്റ് പേസ്റ്റ് ഫോർ എക്സാമ്പിൾ നമുക്ക് അവൈലബിൾ ആണ്. എത്ര വർഷങ്ങളായിട്ടാണ് പേസ്റ്റ്, കോൾഗേറ്റ് എന്നുള്ള ബ്രാൻഡഡ് പേസ്റ്റ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലേ? അപ്പം പണ്ട് ഒറ്റൊരു ബ്രാൻഡേ ഉണ്ടായിരുന്നു കോൾഗേറ്റ്. ഇപ്പം ആ കോൾഗേറ്റിന് എത്ര വെറൈറ്റീസാണുള്ളത്. അപ്പം ആ സാധാ ഒരു ബേസിക് കോൾഗേറ്റ് പേസ്റ്റിൽ നിന്നും അതൊരു പൊട്ടൻഷ്യൽ പ്രോഡക്റ്റ് ആയിരുന്നു. പല വെറൈറ്റീസും ഓരോ സമയത്ത് നമ്മുടെ കസ്റ്റമറിൻ്റെ ടേസ്റ്റും ഫാഷനൊക്കെ മാറുന്നതനുസരിച്ച്, ട്രെൻഡ് മാറുന്നതനുസരിച്ച് കമ്പനി എന്ത് ചെയ്തു, അതിന് പല അഡീഷണൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് പല വെറൈറ്റീസ് ഉണ്ടാക്കി. ഓക്കെ, സോ അങ്ങനെ ഉള്ള പൊട്ടൻഷ്യൽ പ്രോഡക്റ്റ്, അത് നമ്മുടെ പ്രോഡക്റ്റ് അങ്ങനെയുള്ള ഒരു പൊട്ടൻഷ്യൽ പ്രോഡക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചേഞ്ച് ഇൻ ടേസ്റ്റ് ആൻഡ് ഫാഷൻ നമ്മളുടെ ഡിമാൻഡിനെ, ആ ചേഞ്ച് ഇൻ ടേസ്റ്റ് ആൻഡ് ഫാഷൻ അനുസരിച്ച് ഉണ്ടാവുന്ന ഡിമാൻഡിനെ നമ്മളുടെ പൊട്ടൻഷ്യൽ പ്രോഡക്റ്റ് കൊണ്ട്, ആ പ്രോഡക്റ്റിൽ ഉചിതമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡിമാൻഡിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, സോ അതാണ് ഡിമാൻഡിൻ്റെ രണ്ടാമത്തൊരു ഫാക്ടർ, ഡിമാൻഡ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടർ. ഇനി റിഡക്ഷൻ ഇൻ പ്രൈസ്. നമ്മളുടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസ് റിഡക്ഷൻ, അതും ഒരു ആസ്പെക്റ്റാണ്. നമ്മൾ മാർക്കറ്റിങ്ങിൽ പഠിച്ചിട്ടുള്ള അതേ കൺസെപ്റ്റാണ് ഇവിടെയും വരുന്നത്. എങ്ങനെയാണ് പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുക? നമുക്ക് നമ്മുടെ കോസ്റ്റ് മീറ്റ് ചെയ്യണ്ടേ, നമ്മുടെ പ്രോഫിറ്റ് ഉണ്ടാവണ്ടേ? അപ്പോൾ നമ്മളവിടെ ഡിക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും ഏതൊരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ഇറക്കുമ്പോഴും നമ്മൾ അതിൽ നിന്നും കിട്ടേണ്ട ഒരു പ്രോഫിറ്റ്, ഒരു റീസണബിൾ പ്രോഫിറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് MRP പ്രൈസിങ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഒരു പ്രോഡക്റ്റ് എപ്പോഴും നമ്മളൊരു ഹൈ പ്രൈസിലാണ് നമ്മളെപ്പോഴും മാർക്കറ്റിൽ ഇറക്കുന്നത്, പ്രത്യേകിച്ചും അത് പുതിയതായിട്ട് അവൈലബിൾ ആകുമ്പോൾ. ലോ പ്രൈസിൽ ഇറക്കിയിട്ട് കാര്യമില്ല, കാരണം നമുക്ക് നമ്മുടെ അത്രയധികം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അത് കമേഴ്ഷ്യലൈസ് ചെയ്യുന്നത് അങ്ങനെയാണ്. സോ ശരിക്കും ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് കമേഴ്ഷ്യലൈസ് ചെയ്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഹൈ പ്രൈസിലാണ് അത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ മാർക്കറ്റിൽ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള എന്തൂസിയസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്, ഹു ഹാവ് ദ കപ്പാസിറ്റി ടു പേ. അപ്പോൾ അവർ ആ ആ പ്രോഡക്റ്റിനോടുള്ള എന്തൂസിയാസത്തിൽ ഹൈ പ്രൈസിൽ ആ പ്രോഡക്റ്റ് വാങ്ങിക്കും. അപ്പോൾ അവരൊരു വിധമൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ പിന്നെ മെജോറിറ്റി നമ്മുടെ മാർക്കറ്റിലുള്ളത് ഒരു ബിലോ ആവറേജ് ഉള്ള കസ്റ്റമേഴ്സാണ്. അപ്പോൾ ഇവർക്ക് നമ്മൾ ആ പ്രോഡക്റ്റ് അവൈലബിൾ ആക്കി കൊടുക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ ഒരു മെജോറിറ്റി പോപ്പുലേഷനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രൈസ് കുറയ്ക്കും. ഇപ്പോൾ കൂടുതൽ പ്രൈസിൽ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ആൾക്കാർ വന്നു, അത് വാങ്ങിച്ചു കഴിഞ്ഞു. പിന്നീട് നമ്മൾ പ്രൈസ് കുറച്ചിട്ടാണ് അടുത്ത നമ്മുടെ പോപ്പുലേഷനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ഹൈ പ്രൈസിൽ കൊടുത്തു, പിന്നെ നമ്മൾ അപ്പോൾ ആ ഹൈ പ്രൈസിൽ കൊടുക്കുന്നതിനെയാണ് നമ്മൾ സ്കിമ്മിങ് പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറയും. സ്കിമ്മിങ് പ്രൈസിങ് സ്ട്രാറ്റജി. അത് കഴിഞ്ഞാൽ നമ്മുടെ മെജോറിറ്റി മാർക്കറ്റിലുള്ള പോപ്പുലേഷൻ, അവർക്ക് വേണ്ടി നമ്മൾ പ്രൈസ് കുറച്ചിട്ട് ആ പോപ്പുലേഷനിലേക്ക് നമ്മൾ പെനിട്രേറ്റ് ചെയ്ത് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് പെനിട്രേറ്റിംഗ് പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ സ്കിമ്മിങ് പ്രൈസിങ്ങും പെനിട്രേറ്റിംഗ് പ്രൈസിങ്ങും ഉണ്ട്.
സാധാരണ ഒരു നല്ല ഒരു റെപ്യൂട്ടഡ് ഫേം ഈ രീതിയിലാണ് മൂവ് ചെയ്യുക. ആദ്യം സ്കിമ്മിങ് പ്രൈസിങ് ഹൈ പ്രൈസിൽ കൊടുത്ത് ആ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് അങ്ങനത്തെ നല്ല ഏബിൾഡ് കപ്പാസിറ്റി ഉള്ള ഹൈ പ്രൈസ് പർച്ചേസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള കസ്റ്റമേഴ്സിനെ ഒരുവിധം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള കസ്റ്റമേഴ്സ് അവർ പർച്ചേസിങ് കപ്പാസിറ്റി കുറച്ച് കുറവുള്ളവരാണ്. അപ്പോൾ പ്രൈസ് കുറഞ്ഞാൽ മാത്രമേ അവർ വാങ്ങിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, പെനിട്രേറ്റിംഗ് പ്രൈസിങ് ലോ പ്രൈസിങ്ങിൽ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പ്രൈസ് റിഡക്ഷൻ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ പ്രൈസ് റിഡക്ഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടുന്നതുകൊണ്ട് അത് ബാലൻസ് ചെയ്ത് പോകും. അപ്പോൾ നമ്മളുടെ പ്രോഫിറ്റബിലിറ്റി അത് വലിയ കാര്യമായിട്ട് ബാധിക്കില്ല. ഓക്കെ. പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റിയിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്താം. അതാണ് ആ പ്രോഡക്റ്റിൻ്റെ പൊട്ടൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ റിഡക്ഷൻ ഇൻ പ്രൈസ് ആ രണ്ടാമത്തെ കൂട്ടറായിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് വരുന്ന സമയത്ത് അതെങ്ങനെ റെഡ്യൂസ് ചെയ്യണം എന്നുള്ളത് കണ്ട് നമ്മൾ ആ സ്കിമ്മിങ് പ്രൈസിങ്ങിൽ ഒരു ടാർഗറ്റ് എത്തിക്കഴിഞ്ഞിട്ടാണ് പെനിട്രേറ്റിംഗ് പ്രൈസിലേക്ക് വരിക. അതെങ്ങനെ ചെയ്യണം, അത് നമ്മളുടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അല്ലാതെ ചുമ്മാ പെട്ടെന്ന് പോയിട്ട് ഡിമാൻഡ് കൂട്ടാൻ വേണ്ടി കുറേ പ്രൈസിങ് ലോ കൊടുത്തിട്ട് പിന്നെ പ്രൈസ് ഹൈ ആയി കഴിഞ്ഞാൽ എല്ലാ കസ്റ്റമേഴ്സും ചിലപ്പോൾ റീറ്റെയിൻ ആയി നിൽക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ. സോ അത്രമാത്രം നമ്മൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. പിന്നെ നെക്സ്റ്റ് നമ്മളുടെ ഡിമാൻഡ് കൂട്ടാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ, അല്ലേ? ഹെവി അഡ്വർടൈസ്മെൻറ്റും ഹെവി അട്രാക്റ്റീവ് സെയിൽസ് പ്രൊമോഷനൊക്കെ നമ്മളുടെ ഡിമാൻഡിനെ അത് പുഷ് ചെയ്യും. ഇപ്പം പ്രത്യേകിച്ചും ഒരു പുതിയതായിട്ട് ഒരു പ്രോഡക്റ്റ് നമ്മളുടെ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ലോഞ്ച് ചെയ്ത പ്രോഡക്റ്റിന് തീർച്ചയായിട്ടും അഡ്വർടൈസ്മെൻറ്റും സെയിൽസ് പ്രൊമോഷനൊക്കെ ഏറ്റവും കൂടുതലായിട്ട് വേണം. കാരണം പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഫെമിലിയർ ആവണം, അല്ലേ? അപ്പോൾ ഇതെന്ത് ചെയ്യും, നമ്മളെ ഡിമാൻഡ് പുഷ് ചെയ്യും, അല്ലേ? ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണിൻ്റെ മോഡൽ, അതിന് വേണ്ട എല്ലാ അഡ്വർടൈസ്മെൻറ്റും സെയിൽസ് പ്രൊമോഷൻസും വളരെ ഹെവി ആയിട്ട് വന്നാൽ ഓട്ടോമാറ്റിക്കലി കസ്റ്റമേഴ്സ് എല്ലാം അവെയർ ആവും. അപ്പോൾ അതിൽ നമ്മളുടെ ക്രീമി ലെയറിലുള്ള കസ്റ്റമേഴ്സ് ആദ്യം പർച്ചേസ് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും ചെയ്യും. പിന്നീടുള്ളവരത് നോക്കിക്കാണും. ഈ ക്രീമി ലെയറുള്ളവർ ഇതൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പെനിട്രേറ്റിംഗ് പ്രൈസിൽ അതേ പ്രോഡക്റ്റ് കുറച്ച് ബാക്കിയുള്ള മെജോറിറ്റി കസ്റ്റമേഴ്സ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് സെയിൽസ് പ്രൊമോഷൻ എപ്പോഴും നമ്മളെ ഡിമാൻഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പുഷിങ് ഫോഴ്സാണത്. ഓക്കെ. പിന്നെ എപ്പോഴും നമ്മൾ വളരെ കോമ്പറ്റീറ്റീവായിട്ട് ഹെൽത്തി കോമ്പറ്റീഷനിലാണ് നമ്മുടെ പ്രോഡക്റ്റിനെ മാർക്കറ്റിൽ ഇറക്കേണ്ടത്. ഇമിറ്റേറ്റിംഗ് പാടില്ല. ഓക്കെ. ഒരു പക്ഷേ ചിലപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ നമ്മൾ ഒരിക്കലും ഇമിറ്റേറ്റ് ചെയ്ത് നമ്മൾ എപ്പോഴും നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ അത് നമ്മളുടേതായിട്ടുള്ള റിസർച്ചിലൂടെ നമ്മൾ ഇന്നോവേറ്റീവായിട്ട് ഫോം ചെയ്യണം. അതിന് ആ രീതിയിലുള്ളൊരു കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്താണ് വേണ്ടത്. അല്ലാതെ ഇമിറ്റേറ്റീവായിട്ടുള്ള കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത് അല്ല വേണ്ടത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കോമ്പറ്റീറ്റേഴ്സ് പലരും നമ്മളെ ഇമിറ്റേറ്റ് ചെയ്ത് പല പ്രോഡക്ട്സും മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഇമിറ്റേഷന് ഒരു കാലയളവുണ്ട്. ആ കാലയളവ് വരെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ മാർക്കറ്റിൽ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം ആ കാലയളവിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ അവരുടെ ക്വാളിറ്റി മോശമാവാം, അതുകൊണ്ട് അവർക്ക് ബാഡ് ഇമേജ് ഉണ്ടാവും. പിന്നെ ഹൈ പ്രൈസൊക്കെ അവർക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലാവാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ആ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന പല കസ്റ്റമേഴ്സും നമ്മളുടെ ഹെൽത്തി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതും ഈ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം നമ്മൾ ഫ്രഷായിട്ടുള്ള റിസർച്ച് അനാലിസിസിലൂടെ ഫ്രഷായിട്ടുള്ള ഇന്നോവേഷൻസിലൂടെയാണ് എപ്പോഴും പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കേണ്ടത്. അതാണ് ഹെൽത്തി കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഒരു കോമ്പറ്റീറ്റീവ്നെസ് എന്ന് പറയുന്നത് അതായിരിക്കണം. അതല്ലാതെ നമ്മളൊരിക്കലും ഇമിറ്റേറ്റ് ചെയ്ത് ഒരു കാര്യം ചെയ്യരുത്. കാരണം കോമ്പറ്റീറ്റേഴ്സ് മിക്കവരും ഇമിറ്റേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഒപ്പം മാർക്കറ്റിൽ നിലനിൽക്കുന്നത്. അപ്പോൾ അവരുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കൊണ്ടോ
അവരുടെ ബാഡ് ഇമേജ് കൊണ്ടോ അവരുടെ പ്രൈസിൻ്റെ സ്ട്രാറ്റജി കൊണ്ടോ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ പ്രോഡക്റ്റിലേക്ക് കസ്റ്റമേഴ്സ് ഷിഫ്റ്റ് ചെയ്യാനുള്ളൊരു പ്രവണത അത് നമ്മളുടെ ഡിമാൻഡിനെ ഇൻക്രീസ് ചെയ്യുന്നതാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആസ്പെക്ട്സ് നമ്മൾ ഡിമാൻഡ് നമ്മുടെ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ ആ ഡിമാൻഡ് നമ്മുടെ സപ്ലൈ ചെയിൻ ബിസിനസ്സിന് വേണ്ടിയിട്ട് മാനേജ് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മളുടെ സപ്ലൈ ചെയിൻ ബിസിനസ്സിൻ്റെ ഇതിൽ ഡിമാൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കീ പ്രോസസ്സ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ഒരു സെഷൻ കംപ്ലീറ്റ് ചെയ്യാണ്. എല്ലാവർക്കും അത് നല്ല വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും അത് ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പം നമുക്കിനി അടുത്ത സെഷനിൽ കാണാം. ഓക്കെ, സോ ടിൽ ദെൻ ഇറ്റ് ഈസ് ബൈ ആൻഡ് പ്ലീസ് ടേക്ക് കെയർ ഓൾ ഓഫ് യു. താങ്ക് യു.